ദൈവമക്കളെ, നമ്മള് കഴിഞ്ഞ മാസത്തിന്റെ അവസാന സമയത്താണ് നമ്മുടെ ഈ ക്ലാസ് നമുക്ക് കിട്ടിയത്. യേശു ക്രിസ്തുവിന്റെ ജീവിതവും ഉപദേശങ്ങളും എന്ന സബ്ജക്റ്റാണ് നമ്മൾ എടുക്കുന്ന, പേപ്പറാണ് നമ്മൾ എടുക്കുന്നത്. കർത്താവിന്റെ ഉപദേശവും കർത്താവിന്റെ ജീവിതവും, അതാണ് നമ്മൾ ഇന്നത്തെ ചിന്ത. നമുക്ക് കഴിഞ്ഞ 2-4 ആഴ്ചകളിലാണ് ഈ പേപ്പർ നമ്മൾ പഠിച്ചു പോവുക. കഴിഞ്ഞ രണ്ടാമത്തെ ഞായറാഴ്ചയിൽ നമുക്ക് പ്രിയ നോളി സാറിന്റെ ക്ലാസ് ആയിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഓർക്കുന്നുണ്ടാവുമല്ലോ, കഴിഞ്ഞ മാസത്തിൽ നോളി സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് ചില പ്രത്യേക ആവശ്യം ഉള്ളത് കൊണ്ട് സാറിന്റെ ക്ലാസ് ഞാൻ എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് വേണ്ടി അങ്ങനെ സാറ് ചെയ്തു തന്നുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ക്ലാസ് ഈ രണ്ടാമത്തെ ആഴ്ചയിലെ ക്ലാസ് സാറിന് കൈമാറി. അങ്ങനെ ഈ മാസം നമുക്ക് കിട്ടിയത് ഒരൊറ്റ ക്ലാസ്സാണ്, അത് ഈ ക്ലാസ്സാണ്. ഓക്കെ, നമുക്ക് അത് പരമാവധി ഉപയോഗപ്പെടുത്താം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന് സ്തോത്രം. ആയിരിക്കുന്ന സാഹചര്യങ്ങളെ മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് അനുകൂലമായ നെറ്റ് കിട്ടണം, അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാകണം. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളുള്ളവർ ആ കൂട്ടത്തിൽ ഉണ്ട്. അവരും സുഖകരമായ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകണം. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ കയ്യിലെ നോട്ട്സ്, ഞാൻ ഒരു അഡീഷണൽ നോട്ട്സ് സിസ്റ്റർക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും, ഗ്രൂപ്പിൽ കണ്ടു. ദൈവങ്ങളെ, ആ നോട്ട്സിനോടൊപ്പം തന്നെ ആ നോട്ട്സ് കയ്യിലുണ്ടാവുമല്ലോ, യേശുവിന്റെ ഉപമകൾ എന്നൊരു ഹെഡിങ്ങോടുകൂടി ഒരു നോട്ട്സ് കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും, ഒരു പേജ് നോട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് PPC സപ്ലൈ ചെയ്തിട്ടുള്ള, PPC മുന്നമേ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ നോട്ട്സിൽ 11ാമത്തെ പേജിലേക്കാണ് ഇനി നമ്മൾ വരേണ്ടത്. 10 പേജാണ് ഇതിനു മുമ്പ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് വളരെ സ്ലോ ആണ്. ഇതിനേക്കാൾ നമുക്ക് സ്ലോ ആക്കാൻ പറ്റൂല. ഇത്രയും സ്ലോ ആയാൽ നമ്മുടെ പോർഷൻ തീരാതെ വരുമോ എന്നുള്ള ഒരു ഭയം ഉള്ളിലുണ്ട്. തമ്പുരാന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. കർത്താവിന് സ്തോത്രം. നമ്മള് 11ാമത്തെ പേജിൽ വരുമ്പോ, നിങ്ങളുടെ കയ്യിലെ പുസ്തകത്തിൽ നിങ്ങൾ നോക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കട്ടെ. 11ാമത്തെ പേജിൽ വരുമ്പോ 1 ഭവനം, 2 പ്രകൃതി, കേട്ടോ, അങ്ങനെ ഒരു ഹെഡിങ് കണ്ടു. 3 മനുഷ്യ സ്വഭാവം, കണ്ടില്ലേ? ശരിക്കും അതിന്റെ മെയിൻ ഹെഡിങ് കണ്ടുല്ലോ. ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കുമോ? 1 ഭവനം, 2 പ്രകൃതി, കേട്ടോ, കണ്ടോ? കർത്താവിന് സ്തോത്രം. നമ്മുടെ കയ്യിൽ, സുഹൃത്തുക്കളുടെ കയ്യില്, നമ്മുടെ വചനം പഠിക്കുന്നവരുടെ കയ്യില് പുസ്തകം ഇല്ലാതെ പോയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുക. ഞാൻ ഒരു ലോകപ്രകാരം ഒരു സബ്ജക്റ്റ് എടുക്കുന്ന ഒരു അധ്യാപകനാണ്. ആ അധ്യാപകൻ സംസാരിക്കുന്ന ധ്വനി നമുക്ക് തിരുവചനം സംസാരിക്കുമ്പോൾ ഇല്ല. ഇതിന്റെ കാരണം നമ്മുടെ ഗുരുനാഥൻ, ഒരൊറ്റ ഗുരുനാഥൻ, അത് യേശു കർത്താവാണ്. അവന്റെ സന്നദ്ധിയിലായിരിക്കണം. അവന്റെ കണ്ണുകൾക്ക് മറവായിരിക്കുന്ന ഒന്നുമില്ല. ഹല്ലേലൂയ. ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് പോലെയോ, ഒരു സബ്ജക്റ്റ് ക്ലാസ് എടുക്കുന്ന പോലെയോ, സബ്ജക്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ടീച്ചറിന്റെ നേച്ചർ എന്താണോ ആ നേച്ചറിലേക്ക് ഒന്നും നമ്മൾ വരില്ല. കാരണം നമ്മൾ പഠിപ്പിക്കുന്നത് കർത്താവിന്റെ ശബ്ദമാണ്. കർത്താവിന്റെ ജ്ഞാനത്താൽ ഒഴുകിയിറങ്ങിയ തിരുവചനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ ദൈവമക്കളെ, വളരെ കൃത്യതയോടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്ബുക്ക് നിങ്ങൾക്ക് അനുവദിച്ച് തന്ന ആ നോട്ട്സ് അയച്ചു തന്ന ബുക്ക് ഒന്ന് തുറക്കണമേ. പേജ് നമ്പർ 11. ഈ ഭവനം എന്നുള്ളതിന്റെ മുകളിൽ ഒരു വലിയ ഹെഡിങ് ഉണ്ടാകണം. ആ ഹെഡിങ്ങിനെ കുറിച്ചിട്ട് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് 1, 2, 3 വെച്ചിട്ട് താഴെ പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഹെഡിങ് ഇതാണ്, പാരബിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ഉപമകൾ. ആ ഹെഡിങ് അതിലില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി ചേർക്കണം. പ്രിയ സിസ്റ്റർ, മിനി സിസ്റ്റർ, അത് പറയാനുള്ള കാരണം നിങ്ങളുടെ കയ്യിലെ നോട്ട്സ്, ഓൾറെഡി കയ്യിലുള്ള നോട്ട്സ് എടുക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ചിലത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടതായി വരും. എക്സ്ക്യൂസ് മീ, അതെ, 2-3 പേര് മാത്രമാണ് നോട്ട്സ് വാങ്ങിയിട്ടുള്ളൂ. മറ്റുള്ളവരുടെ കയ്യിലൊക്കെ PDF ആണ്. അപ്പൊ ഓൾറെഡി അവര് മൊബൈൽ ഇതിൽ നമ്മൾ ഗൂഗിൾ മീറ്റിൽ കയറിയിരിക്കുമ്പോ അവർക്ക് ആ PDF ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കുറച്ച് പേരെ നോട്ട്സ് വാങ്ങിയിട്ടുള്ളൂ.
അപ്പോ ഇനി നിങ്ങളുടെ മനസ്സിലെങ്കിലും അതൊന്ന് കുറിച്ചിടണേ. 11ാമത്തെ പേജിന് ഒരു മെയിൻ ഹെഡിങ് ഉണ്ട്, പാരബിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പാരബിൾ, ഉപമകൾ. ക്രിസ്തുവിന്റെ ഉപമകൾ, ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളും ക്രിസ്തുവിന്റെ ജീവിതവുമാണല്ലോ നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. സമയം നമുക്ക് ഒട്ടും നമുക്ക് മാറ്റിവെക്കാനില്ലല്ലോ. കർത്താവിന്റെ ഉപമകളിലൂടെ കർത്താവിന് ചിലത് പഠിപ്പിക്കാനുണ്ട്, അത്രയും നമുക്ക് മനസ്സിലാകുമല്ലോ. കർത്താവ് പറഞ്ഞ ഉപമകൾ കർത്താവ് ചിലത് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഉപമകൾ പറഞ്ഞത്. ഇന്നും നമ്മൾ ഉപമകളിലൂടെ സംസാരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? കർത്താവിന്റെ ഒരു മെത്തേഡ് അതായിരുന്നു. കർത്താവ് ആയിരിക്കണം അത് ആദ്യം അഡോപ്റ്റ് ചെയ്ത ആള് എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. കർത്താവിന്റെ ഉപമകളെല്ലാം അവന്റെ ജീവിതത്തിൽ നിന്ന് നടത്തിയെടുത്ത ഉപമകളാണ്. അതാണ് ഈ പറയുന്ന എസ്സേയിൽ പറയുന്നത്. കർത്താവ് എന്ത് ഉപമയായി പറഞ്ഞിട്ടുണ്ടോ ആ ഉപമകളെല്ലാം തന്റെ ജീവിതത്തിൽ നിന്ന് നടത്തിയെടുത്ത ചില യാഥാർത്ഥ്യത്തിന്റെ ശബ്ദങ്ങളാണ്. നമ്മൾ പലപ്പോഴും കഥകളും ഉപകഥകളും ഒക്കെ പറയാറുണ്ട്. കർത്താവിന്റെ വചനം പറയുന്ന ശുശ്രൂഷിക്കുന്ന ഒത്തിരി പേര് ഈ കൂട്ടത്തിലായിരിക്കുന്നുണ്ടല്ലോ. കർത്താവിന് സ്തോത്രം. ഒത്തിരി കർത്താവിന്റെ വേലക്കാരായിരിക്കുന്ന ഒരു കൂട്ടമാണിത്. കർത്താവിന് സ്തോത്രം. ഇന്ന് പലരും കയറിയിട്ടില്ല എങ്കിലും എനിക്കറിയാം എത്രയോ വർഷങ്ങളായിട്ട് തന്നെ കർത്താവിന്റെ ശുശ്രൂഷ അവന്റെ വയൽ പ്രദേശത്ത് കൃത്യതയോടെ ചെയ്യുന്ന, ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്ന ഒത്തിരി പേര് ഈ കൂട്ടത്തിലുണ്ട്. എന്റെ കർത്താവിന്റെ മഹത്വം, സ്തോത്രം. ഞാൻ പറഞ്ഞോട്ടെ ദൈവങ്ങളെ. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കർത്താവിന്റെ തിരുവചനം പറയുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കഥകളും ഉപകഥകളൊക്കെ പറയാറുണ്ട്, കുഞ്ഞു കഥകളൊക്കെ പറയാറുണ്ട്. ഈ കഥകൾക്കൊന്നും നമ്മുടെ ലൈഫുമായിട്ട് അത്ര വലിയ ടച്ച് ഉണ്ടാകണമെന്നില്ല. ആരൊക്കെയോ ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്തോ ആ കാര്യം ഒന്ന് റിവീൽ ചെയ്യാൻ, ആ കാര്യം ഒന്ന് വ്യക്തത വരുത്താൻ വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ യേശു പറഞ്ഞ ഉപമകൾക്ക് കേട്ടോ, അതാണ് അതിന്റെ പ്രത്യേകത. യേശു പറഞ്ഞ ഉപമകൾക്ക് യേശുവിന്റെ ജീവിതവുമായിട്ട് ഏറിയ ബന്ധവും. അതാണ് ഈ എസ്സേയിൽ പറയുന്നത്. ഒന്ന്, അവന്റെ ഭവനത്തെ കുറിച്ചാണ് ഒന്നാമത്തെ ചിന്ത. യേശുവിന്റെ പലപ്പോഴും ഉപമകൾ അവന്റെ ജീവിതവുമായിട്ട്, അവന്റെ ഒരു സാധാരണ മനുഷ്യനെ പോലെ യേശുവിന് ഒരു ഭവനം ഉണ്ടായിരുന്നു, യേശുവിന് ഒരു മാതാവുണ്ടായിരുന്നു, യേശുവിനെ വളർത്താൻ ഒരു വളർത്തച്ഛൻ ഉണ്ടായിരുന്നു, യേശുവിനെ കേട്ടോ, അങ്ങനെയുള്ള ഒരു കുടുംബ പശ്ചാത്തലം നമ്മൾ യേശുവിൽ കാണുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. അപ്രകാരം ഒരു ഭവനാന്തരീക്ഷത്തിൽ നിന്ന് യേശു പഠിച്ച കുറെ യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ തന്റെ ഉപമയിലൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ നോട്ട്സിൽ അതാതെ ഞാൻ പറഞ്ഞ നോട്ട്സ് എടുത്താൽ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവും. ഇവന്റെ വളർത്തച്ഛനായ യൗസേഫിനെ കുറിച്ചിട്ട് നമുക്ക് ബൈബിളിൽ യേശുവിന്റെ 12ാമത്തെ വയസ്സിന് ശേഷം യൗസേഫിനെ നമ്മൾ കാണുന്നില്ല. വളർത്തച്ഛനായ യൗസേഫിനെ നമ്മൾ കാണുന്നില്ല. അതുവരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ വളരെ കുഞ്ഞുനാളിലും 12ാമത്തെ വയസ്സിൽ ദൈവാലയത്തിലേക്ക് പോകവേ ഉണ്ടാകുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, ആ സംഭവങ്ങളിലും നമ്മൾ യൗസേഫിനെ കാണുന്നുണ്ട്, പിന്നീട് യൗസേഫിനെ കാണുന്നില്ല. അതിൽ നിന്ന് വേദപഠിതാക്കൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, വിശദീകരിക്കുന്ന ഒരു കാര്യം ഇതാണ്: യൗസേഫ് ഒരുപക്ഷെ മരിച്ചുപോയിരിക്കാം. ക്രൂശിന്റെ താഴെയെങ്കിലും യൗസേഫിനെ കാണാനില്ല. ഒരുപക്ഷെ യൗസേഫ് മരിച്ചുപോയിരിക്കാം. യൗസേഫ് മരിച്ചുപോയ തന്റെ കുടുംബത്തിന്റെ ആ ഒരു രംഗമൊക്കെ യേശുവിന്റെ തോളിൽ വന്നിട്ടുണ്ടാകും. ആ കുടുംബത്തിന്റെ ഭാരവും യേശുവിന്റെ തോളിൽ വന്നിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ഒരു കുടുംബ പശ്ചാത്തലം എന്റെ യേശുവിന് മനസ്സിലാകും. നിങ്ങൾ അതിന് ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ. ഒന്ന്, കാണാതെ പോയ ദ്രഹ്മ. നമുക്കറിയാവുന്ന ഒരു കഥയാണ്. കർത്താവിന്റെ സ്തോത്രം. അവിടെ അതിന്റെ കൃത്യമായിട്ട് അതിന്റെ സാക്ഷ്യം കൊടുത്തിട്ടുണ്ട്. ലൂക്കോസ് 15. പിറുപിറുത്ത പരീശന്മാരോട് കർത്താവ് 3 ഉപമകൾ പറഞ്ഞു. അതിൽ 2ാമത്തെ ഉപമയാണ് നമ്മൾ ഈ ദ്രഹ്മയുടെ ഉപമ. 2ാമത്തെ ഉപമ ലൂക്കോസ് 15ാമത്തെ അധ്യായത്തിന്റെ ആരംഭം മുതൽ അതിൽ 8ാമത്തെ വാക്യം വരുമ്പോൾ നമുക്ക് ഈ ഉപമയുടെ രംഗം മനസ്സിലാവും. കാണാതെ പോയ ഉപമ. നമുക്കറിയാം, നാണയം നഷ്ടം വന്നപ്പോ അടിച്ചുവാരി, ആ വാക്ക് അതിൽ വളരെ കിട്ടുന്നതുവരെ സൂക്ഷ്മതയോടെ തിരയുന്ന, ഞാനൊരു ശുശ്രൂഷയിൽ ഒരു പ്രസംഗം കേട്ടത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ സൂക്ഷ്മതയോടെ തിരയുന്ന ഒരു വിഷയമായിരുന്നു അദ്ദേഹം അതിൽ അവതരിപ്പിച്ചത്.
കിട്ടുന്നത് വരെ സൂക്ഷ്മതയോടെ തിരയുന്ന ഒരു മനുഷ്യൻ. ഇതൊക്കെ ജീവിതാന്തരീക്ഷത്തിൽ ഒരു നാണയമായിരിക്കാം നഷ്ടപ്പെട്ടത്. എന്റെ കൂടപ്പിറപ്പേ, ഒരു ദരിദ്ര മനുഷ്യന്റെ ജീവിതത്തില് ആ നാണയത്തിന്റെ ഒരു വലിയ വിലയുണ്ട്. അത് കിട്ടുന്നത് വരെ എന്നൊക്കെ പറയും. ഇതൊക്കെ തന്റെ ജീവിതത്തിൽ നടത്തിയെടുത്ത ചില യാഥാർത്ഥ്യങ്ങൾ. രണ്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന അർദ്ധരാത്രിയിൽ വിരുന്നുകാരൻ. ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 11-ാമത്തെ അധ്യായം 5-6 തിരുവചനങ്ങളിൽ അർദ്ധരാത്രിയിൽ വായ്പയായി ആഹാരം ചോദിക്കുന്ന ഒരു സ്നേഹിതൻ നമുക്ക് പരിചയമില്ല. അദ്ദേഹത്തിന് വേണ്ടി മറ്റൊരുവനെ അന്വേഷിക്കുന്ന ഒരു അനുഭവം. അദ്ദേഹത്തിന് ഒരു സഹോദരൻ, ഒരു സ്നേഹിതൻ വന്നിട്ട് വിശപ്പോടെ വന്നു, അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കണം. അതിനായി അദ്ദേഹത്തിന്റെ മറ്റൊരു സ്നേഹിതനെ അന്വേഷിച്ച് ചെല്ലുന്നു. നമുക്ക് ഈ രംഗം അറിയാം. മക്കൾ അയാളുടെ കൂടെ കിടന്നുറങ്ങുന്നത് കൊണ്ട്, ആയിരിക്കുന്നത് കൊണ്ട് തനിക്ക് ചില അസൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും കുടുംബവും സാഹചര്യവും എല്ലാം അതിൽ തെളിയുകയാണ്. നോക്കൂ, മൂന്നാമത്തെ, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കുന്ന ഗിരിപ്രഭാഷണത്തിലാണ്. അതായത് സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവചനം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടോ? ദെൻ അപ്പം ചോദിക്കുന്ന മകൻ. വീണ്ടും ഗിരിപ്രഭാഷണത്തിൽ 7-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? കല്ല് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതൊക്കെ ഒരു കുടുംബ പശ്ചാത്തലം, കുടുംബത്തിലേക്ക് ചില കഥാപാത്രങ്ങളൊക്കെ കടന്നു വരുന്നൊരു രംഗം. തീർത്തും ഒരു ദരിദ്രമായ കുടുംബാന്തരീക്ഷത്തിൽ വളർന്നു വന്നവനായ യേശു കർത്താവിന്റെ ജീവിതമായിരുന്നു ഈ ഉപമകളിലൊക്കെ കണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം പ്രകൃതി. കർത്താവ് വളരുന്നത് നസറത്ത്. ഈ നസറത്തിനെ കുറിച്ചിട്ട് നമ്മുടെ നോട്ട്സിൽ ഒരു കൃത്യമായ വിശദീകരണവും 400-500 അടി പൊക്കമുള്ള സെബലൂൺ പർവ്വത നിരകളുടെ താഴ്വാരത്തിലുള്ള ഒരു കൊച്ചു ഗ്രാമം. ഞാൻ പറഞ്ഞത് അല്ല, എന്റെ വാക്കുകളല്ല, നോട്ട്സിലെ വാക്കുണ്ട്. നസറത്ത്, ഒലിവ്, അത്തി, മുന്തിരി, നാരകം, ഈ വാക്കുകളൊക്കെ ഉപമയിലൂടെ നമുക്ക് പരിചയമുണ്ട്. ഒലിവിന്റെ കഥ, അത്തിയുടെ കഥ, മുന്തിരിയുടെ കഥ, നാരകത്തിന്റെ കഥ. ഇതൊക്കെ സമൃദ്ധമായി വളരുന്ന ഒരു പ്രദേശമായിരുന്നു നസറത്ത്. വളരെ മനോഹരമായ ഒരു ഗ്രാമഭംഗി. അത് മുഴുവൻ അദ്ദേഹത്തിൻ്റെതായ ഉപമകളിൽ നമുക്ക് കാണാം. അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നോട്ട്സിൽ ഉണ്ട് കേട്ടോ. വളരെ വിശദീകരിക്കപ്പെട്ട ഒരു ഭാഗമാണ്. ആകാശത്തിലെ പറവകളെ നോക്കൂ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നമുക്കറിയാലോ വാക്യം. ദൈവം പോറ്റുന്നു കേട്ടോ, കർത്താവിന് സ്തോത്രം. നൂൽക്കുന്നില്ല, ശലമോനേക്കാൾ ഭംഗിയുള്ള കേട്ടോ നിങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചിട്ടാണ്, ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളെ കുറിച്ചിട്ടാണ്. ആകുലതകൾ വേണ്ട എന്ന് എന്റെ കർത്താവ് പറയുന്നത് പറഞ്ഞു. ആകുലതകൾ വേണ്ട ഇതിനെ കുറിച്ച് വാക്യം മത്തായി 6:24. 2, കൊയ്ത്തിന് ഇപ്പോൾ തന്നെ വെളുത്തിരിക്കുന്ന നിലം, പ്രകൃതിയുമായി ബന്ധപ്പെട്ടത്. 3, കുറുനരികൾക്ക് കുഴികൾ, ആകാശത്തിലെ പറവകൾക്ക് കൂടുകൾ. മത്തായി 8:20. എല്ലാം ബ്രാക്കറ്റിൽ അതത് കൃത്യമായ നോട്ട്സ് അവിടെ കാണും. 4, വിതയ്ക്കാൻ ഒരു വിതക്കാരൻ പുറപ്പെട്ടു. വളരെ വിശദീകരിക്കപ്പെടുന്ന വേറൊരു, വിതയ്ക്കുന്നു, പല സ്ഥലങ്ങളിൽ അത് വീഴുന്നു, പല വിളവ് അതിന് കിട്ടുന്നു. മത്തായി 13:3. കാണാതെ പോയ ഒരാടിന്റെ കഥ നിങ്ങൾ നോക്കൂ. ഇതെല്ലാം പ്രകൃതിയുമായി ഏറെ ചേർന്നത്. മൂന്നാമത്തെ ചിന്ത, മനുഷ്യ സ്വഭാവം. യേശു കർത്താവിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ എന്റെ യേശു കർത്താവ്. ആ മനുഷ്യ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ചില ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം. ചന്തസ്ഥലത്തിരുന്ന് കളിക്കുന്ന കുട്ടികൾ, നമുക്ക് കയ്യിലുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കും. ചന്തസ്ഥലത്ത് കളിക്കുന്ന കുട്ടികൾ മത്തായി 11:16 തിരുവചനത്തിലുണ്ട്. അനീതിയുള്ള ന്യായാധിപനെ അസഹ്യപ്പെടുത്തുന്ന വിധവ. ന്യായാധിപന്റെ പ്രകൃതവും വിധവയുടെ ചോദ്യവും അവസാനം വിധവ നേടിയെടുക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ലൂക്കോസ് 18:1 മുതൽക്ക്. ലൂക്കോസിൽ 15-ാമത്തെ അധ്യായത്തിൽ കാണുന്ന ധൂർത്തപുത്രന്റെ കഥ.
മുടിയനായ പുത്രന്റെ കഥ. നാം അദ്ദേഹത്തെ മുടിയനായ പുത്രൻ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് അദ്ദേഹത്തെ മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്നില്ല. അല്ലെ, തെരിക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കപടഭക്തിക്കാരൻ, തിരുക്കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കപടഭക്തിക്കാരൻ. മത്തായി 6-ാമത്തെ അധ്യായത്തിൽ വാക്യം 5, കർത്താവിന് സ്തോത്രം. ഞാൻ ഈ പറഞ്ഞു വന്നത് മുഴുവൻ എന്റെ കർത്താവിന്റെ വളരെ വളരെ ചെറിയ ഒരു വിഷയത്തെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ നോട്ട്സിലുണ്ട്. എന്റെ കർത്താവ് തന്റെ ഉപമകൾ എടുത്ത് മുഴുവൻ ഉപമകളിലൂടെ പഠിപ്പിച്ചു. ഓരോ ഉപമകളും ഒത്തിരി നമുക്ക് ധ്യാനിക്കാനുണ്ട്. ഓരോ ഉപമകളിലും അനേക പ്രസംഗ ചിന്തകൾ കിടക്കുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളല്ല ഒന്നും. പക്ഷെ ഇതിന്റെ ഒരു കോമൺ നേച്ചർ നോക്കുകയാണ്. കർത്താവിന്റെ ഉപമകൾ മുഴുവൻ തന്റെ ജീവിതത്തിൽ നിന്ന് പടർത്തിയെടുത്തത്. നിങ്ങൾ നോക്കൂ, ഒരു എഡീഷണൽ നോട്ട് ഇന്ന് സിസ്റ്റർ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് പ്രിന്റ് എടുക്കാം. കർത്താവിന് സ്തോത്രം. അതിനെ ഒരു മുഖക്കുറിപ്പ് ആദ്യമേ ഉണ്ട്. യേശുവിന്റെ ഉപമകൾ നമ്മൾ ഈ പറഞ്ഞതിനെ ഒന്നുകൂടി വെളിച്ചം കിട്ടാൻ വേണ്ടി എഴുതിയത്. യേശുവിന്റെ ഉപമകൾ ബൈബിൾ പശ്ചാത്തലത്തിൽ ആഴത്തിൽ വേരൂന്നവയാണ്. പലപ്പോഴും 1-ാം നൂറ്റാണ്ടിലെ പാലസ്തീനിലെ ദൈനംദിന ജീവിതം, പ്രകൃതി, ചുറ്റുപാടുകൾ എന്നിവയിൽ നിന്നാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞതാണ്, യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് യേശുവിന്റെ ഉപമകൾ. അതുകൊണ്ട് യേശുവിന്റെ ഉപമകൾക്കൊരു ടച്ചുണ്ട്. വെറുതെ ഒരു കഥയല്ല. ഞാനോ നിങ്ങളോ പ്രസംഗത്തിൽ പറയുന്ന ഒരു കഥയല്ല യേശുവിന്റെ ജീവിതം. കേട്ടതിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ പിടിക്കേണ്ട ഒരു ചിന്ത ഇന്നത്തെ ക്ലാസ്സിൽ ഒന്ന്, യേശുവിന്റെ ഉപമകൾക്ക് ഇത്രമാത്രം ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യാനുള്ള കാരണം അതെല്ലാം യേശു ജീവിതത്തിൽ അനുഭവിച്ചതാണ്. യേശു വളർന്ന തന്റെ ഭവനാന്തരീക്ഷം, യേശു വളർന്ന തന്റെ നാടിന്റെ അന്തരീക്ഷം, യേശു വളർന്ന സമൂഹത്തിന്റെ അന്തരീക്ഷം, ഇതൊക്കെയാണ് ഈ വിഷയം. ദൈനംദിന ജീവിതത്തെ ചില ഉപമകൾ എന്ന് പറഞ്ഞിട്ട് പുതിയ അഡീഷണൽ നോട്ട്സിലും കൊടുത്തിട്ടുണ്ട്. വിധക്കാരന്റെ ഉപമയും ശമര്യക്കാരന്റെ ഉപമയും. തന്റെ വ്യക്തി ജീവിതവുമായി അടുത്ത ചില രംഗം. അടുത്ത ഹെഡിങ് പ്രകൃതിയെ പ്രതിഫലിക്കുന്ന ഉപമകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകൃതിയെ കുറിച്ചിട്ട്. അതിൽ പറയാത്ത ഒരു ഭാഗമാണ് കടുകുമണി, വയലിലെ താമര, മറ്റനേകം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നോട്ട്സിൽ പറഞ്ഞു. ചില പോയിന്റുകൾ അതിൽ വിശദീകരിച്ചില്ല എന്ന് തോന്നിയപ്പോൾ അതിന്റെ അഡീഷണൽ നോട്ട്സ് ഇട്ടു. ഇത് മാത്രം പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. 3-ാമത്തെ പോയിന്റ് സാമൂഹികമായ സന്ദർഭത്തെ പ്രതിഫലിപ്പിക്കുന്ന ചില ഉപമകൾ. അത് നമ്മൾ നേരത്തെ വായിച്ചതിലില്ല. വിവാഹം ഇരുന്നു, 22-ാമത്തെ അധ്യായം. പരീശനും ചുങ്കക്കാരനും, അത് തെരിക്കോണിലെ പ്രാർത്ഥനയാണ്. നീതിമാന്മാരെ കണക്കപ്പെട്ടിരിക്കുന്ന പരീശന്മാരും പാപികളായി കണക്കപ്പെട്ടിരിക്കുന്ന ചുങ്കക്കാരും. കേട്ടോ, 2 സമൂഹം, അന്ന് നിലനിന്നിരുന്ന സമൂഹം. ഈ സാമൂഹികമായി ചില സന്ദർഭങ്ങളിൽ കർത്താവ് തന്റെ ഉപമകളിൽ കാണിച്ചു. ഈ പറഞ്ഞതിന്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. യേശു കർത്താവിന്റെ ഉപമകൾ എല്ലാം യാഥാർത്ഥ്യവുമായി ചേർന്നു പോകുന്നു. അതിന്റെ കാരണം തന്റെ സ്വന്തം ജീവിതത്തിൽ കണ്ടതും അറിഞ്ഞതും അനുഭവിച്ചതും എന്റെ യേശു കർത്താവ് ഉപമകളിലൂടെ അവതരിപ്പിച്ചു. ഒറ്റ ചിന്തയാണ് നമുക്ക് അതിൽ നിന്ന് പഠിച്ചു കയറേണ്ടത്. യേശുവിന്റെ ഉപമകൾ കഥകളല്ല. പാരബിൾസ് ഈസ് നോട്ട് സ്റ്റോറീസ്. എന്റെ കർത്താവിന്റെ ഉപമകൾ ഒന്നും കഥകളല്ല. എന്റെ കർത്താവിന്റെ ഉപമകൾ തന്റെ ജീവിതത്തിൽ നടത്തിയെടുത്ത ചില യാഥാർത്ഥ്യത്തിന്റെ നിമിഷങ്ങൾ. കർത്താവിന്റെ സ്തോത്രം. അതിന്റെ കൺക്ലൂഷൻ ഒന്ന് വായിച്ചോട്ടെ. തന്ന അഡീഷണൽ നോട്ട്സിന്റെ കൺക്ലൂഷൻ യേശുവിന്റെ ജീവിതമായും, നമ്മൾ ഈ പറഞ്ഞതിന്റെ കൺക്ലൂഷൻ ഒന്ന് കേൾക്കണേ. യേശുവിന്റെ ജീവിതമായും പഠിപ്പിക്കലുകളുമായും ഉള്ള ബന്ധം ആഴമേറിയ ആത്മീയ സത്യങ്ങൾ അറിയിക്കുന്നതിനെ താരതമ്യപ്പെടുത്താവുന്ന ഉദാഹരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യേശുവിന്റെ ഉപമകൾ അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളുടെ ഒരു പ്രധാന ഭാഗമായിരുന്നു. ദൈനംദിന ജീവിതം, പ്രകൃതി, സാമൂഹിക സന്ദർഭം എന്നിവയിൽ നിന്ന് എടുത്തു കാണിച്ചുകൊണ്ട് യേശുവിന്റെ പഠിപ്പിക്കലുകൾ പ്രാപ്യവും അവിസ്മരണീയവുമായി. എന്റെ കർത്താവ് കേട്ട എസ്സേ ഇതാണ്. ഈ എസ്സയിൽ നിന്ന് ഞാൻ പഠിക്കുന്നത് എന്ത്? ഇത്ര നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു നിൽക്കുക.
നമുക്ക് ഓർമ്മിക്കാൻ ചില ഉദാഹരണങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നമ്മൾ ഓർത്താൽ മതി. മനസ്സിൽ ചിന്തകൾ ഇത്രയുണ്ടോ? എന്തുകൊണ്ട് യേശുവിന്റെ ഉപമകൾക്ക് മറ്റു വ്യക്തികൾ പറഞ്ഞ ഉപമകളെക്കാൾ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നു? ഇത് ലോകം കണ്ട് അത്ഭുതപ്പെട്ട ഒരു വിഷയമാണ്. യേശു പറയുന്ന ഉപമകൾ കേട്ട് മനസ്സിലാകാത്ത ഒരു മനുഷ്യനുമില്ല. യേശുവിന്റെ വചന പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ച ഒരു മനുഷ്യന് യേശുവിന്റെ ഉപമകളെ കുറിച്ച് മറക്കാനാവില്ല. ഇത് ലോകം പറയുന്ന അഭിപ്രായമാണ്, ഇത് ലോകത്തിന്റെ അഭിപ്രായമാണ്, വിശ്വാസികളുടെ അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യണേ? അതിന്റെ കാരണം യേശുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അവന്റെ ഉപമകൾ ഏറെയുമെന്നല്ല എല്ലാ ഉപമകളും. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 12ാമത്തെ പേജിലാണ്. 12ാമത്തെ പേജിലെ അതിന്റെ അവസാനത്തെ ഹെഡിങ് ഇതാണ്: പരസ്യ ശുശ്രൂഷയ്ക്കുള്ള ഒരുക്കം. നമുക്കറിയാം, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്റെ 30ാമത്തെ വയസ്സിലാണ്. 3.5 വർഷക്കാലം. ഈ 3.5 വർഷക്കാലം തുടങ്ങുന്ന രംഗം ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കർത്താവ് പരസ്യ ശുശ്രൂഷയിൽ വരികയാണ്. ഒരു ദരിദ്രനായി ജനിച്ചു, ഒരു ദരിദ്രനായി വളർന്നു, 30 വർഷത്തോളം കുടുംബവുമായി ഒക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അവരതൊക്കെ കഴിഞ്ഞ് തന്റെ പരസ്യ ജീവിതത്തിലേക്ക് വരികയാണ്. ഇനി വ്യക്തതയുള്ള ബൈബിൾ ചരിത്രം നമുക്കതിലുണ്ട്. കർത്താവിന്റെ സ്തോത്രം. ഈ പരസ്യ ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോഴേ ആദ്യമേ നമ്മൾ പരിചയപ്പെടുന്ന ഒരു കഥാപാത്രമാണ് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാന്റെ ചരിത്രവുമായി ചേർന്നാണ് നമ്മൾ യേശു കർത്താവിന്റെ ചരിത്രം പഠിക്കുന്നത്. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. പഴയ നിയമത്തിൽ മലാക്കി പ്രവചനത്തോടെ പഴയ നിയമം തീരുമ്പോൾ, പഴയ നിയമം എന്ന് പറയുമ്പോൾ എന്റെ മുന്നിൽ ഇരിക്കുന്നവരിൽ ഒരു പക്ഷേ സത്യവേദ പുസ്തകം ഉപയോഗിക്കുന്നവര് മാത്രമായിരിക്കണമെന്നില്ല, ഞാൻ തിരിച്ചറിയുന്നു. ഒരു പക്ഷേ POC ബൈബിളോ വിശുദ്ധ ഗ്രന്ഥം എന്ന പേരിലുള്ള വിശുദ്ധ ബൈബിളോ അങ്ങനെയുള്ള ഏതെങ്കിലും ബൈബിൾ ട്രാൻസ്ലേഷൻ ഉള്ളവർ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും. അവരുടെ പുസ്തകത്തിൽ മലാക്കി പ്രവചനമല്ല പഴയ നിയമത്തിലെ അവസാന ഗ്രന്ഥം. മലാക്കിക്ക് ശേഷമുള്ള ചില പുസ്തകങ്ങൾ ആ ട്രാൻസ്ലേഷനുകളിലുണ്ട്. പക്ഷെ നമ്മൾ അടിസ്ഥാനമാക്കുന്നത് സത്യവേദ പുസ്തകത്തെ അടിസ്ഥാനമാക്കിയതായതുകൊണ്ട് നമ്മൾ പലരും ഒത്തിരി വേദപുസ്തകങ്ങൾ റഫർ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. സാധാരണ ബൈബിൾ സ്കൂളുകളിൽ അങ്ങനെയുണ്ടല്ലോ. അത് ഇംഗ്ലീഷ് ബൈബിളായിട്ടും മലയാളം ബൈബിളായിട്ടും മാത്രമല്ല, അതിൽ തന്നെ വിവിധ സഭകളുടെ ട്രാൻസ്ലേഷനുകൾ ഉണ്ട്. അതൊക്കെ പഠിക്കുന്നവരുണ്ടാവും. നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത് എന്ന് വിചാരിച്ച് ഒരു വാക്ക് അതിനെ കുറിച്ച് പറയുന്നു. അവരുടെ പുസ്തകത്തിൽ മലാക്കിയുടെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു നിശബ്ദമായ കാലഘട്ടം അല്ല. നമുക്ക് ഇത്രയും അറിയാം, മലാക്കി ആ പ്രവചനത്തോടു കൂടെ പഴയ നിയമം കഴിഞ്ഞിട്ട് ഇനിയുള്ള 400 വർഷക്കാലത്തിനും ശേഷമാണ് പുതിയ നിയമം സംസാരിച്ചു തുടങ്ങുന്നത്. ആ 400 വർഷക്കാലത്ത് ഒരു നിശബ്ദതയുണ്ട്, ഒരു പ്രവചന ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ പഠിപ്പിക്കലുകളുണ്ട്. അതാ ഞാൻ പറഞ്ഞ്, വിവിധ സഭകളിലുള്ളവർ പോലും നമുക്ക് ആരെയും മുറിവേൽപ്പിക്കാനാവില്ല. ആരെയും മുറിവേൽപ്പിക്കുന്ന കാര്യം വിവിധ സഭകളിലുള്ളവർക്ക് ഇപ്രകാരം ചില പഠിപ്പിക്കലുകളുണ്ട്. ക്ഷമിക്കണം, കൂട്ടത്തിൽ അത് എല്ലാവരുടെ അറിവിനായിട്ട് ഒരു വാക്കിൽ അത് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം. അങ്ങനെയുള്ള ബൈബിളിൽ നിന്ന് അപ്പുറമായിട്ട് നമ്മൾ സത്യവേദ പുസ്തകത്തിലെ വരികളിലേക്ക് വരികയാണ്. നിങ്ങളുടെ കൈകളിലുള്ള നോട്ട്സ് സത്യവേദ പുസ്തകവുമായിട്ടാണ് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ ട്രാൻസ്ലേഷൻ. അങ്ങനെ 400 വർഷക്കാലം ഒരു പ്രവചന ശബ്ദവും നമ്മൾ കേൾക്കാതിരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് അവിടെ പറയുന്നു. അപ്രകാരം ഒരു കാലഘട്ടത്തെ മറികടന്ന് ഒരു പ്രവാചക ശബ്ദം ഉയരുകയാണ് സ്നാപക യോഹന്നാനിലൂടെ. നമുക്കതിന്റെ തുടക്കത്തെ ഭാഗങ്ങൾ ആദ്യത്തെ ഒരു വരി തന്നെ വ്യക്തമാകുന്നുണ്ട്. 400 വർഷത്തെ പ്രാവചനിക നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ദൈവിക അരുളപ്പാട് വിളിച്ചറിയിച്ചു. ഇതാണ് നോട്ട്സിലുള്ള ആദ്യത്തെ വചനം. എന്റെ കർത്താവിന് മഹത്വം. ഗുഹകളിൽ ഏകാന്ത ജീവിതം നയിച്ചിരുന്ന യോഹന്നാൻ
ഒരു നാസിർ വ്രതക്കാരൻ. ആ നോട്ട്സിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് 5 ചിന്തകളാണ് കുറിച്ചു വെക്കേണ്ടത്. ഒന്ന്, യോഹന്നാനിലേക്ക് നമ്മൾ പറഞ്ഞു കയറുമ്പോൾ 5 ചിന്തകൾ മാത്രം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചു വെക്കൂ. ഒരുപക്ഷെ ഒത്തിരി പരന്നു കിടക്കുന്ന നോട്ട്സ് മുഴുവൻ നമ്മുടെ തലയിൽ നമുക്ക് കയറ്റി വെക്കാൻ പറ്റിയില്ലെങ്കിൽ 5 ചിന്തകൾ മാത്രം കയറ്റി വെക്കൂ. ഒന്ന്, 400 വർഷത്തെ നിശബ്ദത ഇവിടെ മാറുകയാണ്. ഈ 400 വർഷത്തെ നിശബ്ദത എന്ത് എന്ന് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞല്ലോ, മലാക്കി പ്രവചനത്തിന് ശേഷം പുതിയ നിയമത്തിലെ ആദ്യത്തെ ശബ്ദം യോഹന്നാനിലൂടെ ഉയരുന്നത് വരെയുള്ള 400 വർഷക്കാലം. ആ 400 വർഷത്തിന്റെ നിശബ്ദത ശരിക്കും മാറ്റപ്പെടുകയാണ് യോഹന്നാനിലൂടെ ഉണ്ടായത്. ചിന്ത 1. 2, ഏകാന്തവാസിയായിരുന്നു യോഹന്നാൻ. യോഹന്നാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട, യോഹന്നാന്റെ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, താൻ ഏകാന്ത വാസിയായിരുന്നു. മരുഭൂമിയിൽ ഗുഹകളിലായിരുന്നു അവന്റെ വേഷത്തെ കുറിച്ച് പരാമർശമുണ്ട്, അവന്റെ ഭക്ഷണത്തെ കുറിച്ച് പരാമർശമുണ്ട്. 3, അവനൊരു നാസീർ വ്രതക്കാരനായിരുന്നു. നാസീർ വ്രതം, യോഹന്നാൻ. നാസീർ വ്രതത്തെ കുറിച്ച് നമുക്ക് പഴയ നിയമത്തിൽ ചില കഥാപാത്രങ്ങളെ പെട്ടെന്ന് ഓർക്കാൻ കഴിയുമല്ലോ. കഥാവിന് സ്തോത്രം. ശംശോനെ പോലെയുള്ള നാസീർ വ്രതക്കാരുണ്ട്. അവരുടെ വേഷത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒരു നാസീർ വ്രതക്കാരന്റെ ക്ഷൗരം ചെയ്യാത്ത തലമുടിയും താടിയും അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഥാവിന് സ്തോത്രം. ഇതുപോലെ ശാരീരികമായ പ്രകൃതമുള്ള ഒരു മനുഷ്യൻ യോഹന്നാൻ. 1, 400 വർഷത്തെ പ്രവാചക ശബ്ദത്തിന്റെ നിശബ്ദതയെ മാറ്റിയവൻ. 2, ഏകാന്തവാസിയായി മരുഭൂമിയിലും ഗുഹകളിലുമായവൻ. 3, നാസർ വ്രതക്കാരൻ. 4, യോർദാന്റെ തീരത്ത് നടന്ന് യോർദാന്റെ തീരത്ത് ശബ്ദമുയർത്തിയവൻ. അവന്റെ സ്വരം ഉയർന്നത് യോർദാന്റെ തീരത്താണ്. കർത്താവിന് സ്തോത്രം. കർത്താവിനായി കാത്തിരുന്നവൻ. എന്റെ പുറകിൽ വരുന്നവന്റെ ചെരിപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞവൻ. കർത്താവിന്റെ മുന്നിൽ ഒരു നക്ഷത്രം പോലെ. കേട്ടോ, നോർത്ത് സ്റ്റാറിനെ, അങ്ങനെ ഒരു സ്റ്റാറിനെ കുറിച്ച് പറയാറുണ്ട്, ഉദയ നക്ഷത്രം. സൂര്യോദയത്തിന്റെ തൊട്ട് മുമ്പ് ഒരു നക്ഷത്രം ആകാശത്ത് വരും. നമ്മൾ അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ നമ്മുടെ നാടുകളിൽ ക്ലോക്ക് ഉണ്ടായിരുന്നില്ലല്ലോ സമയം നോക്കാൻ. ആ ക്ലോക്ക് ഇല്ലാതിരിക്കുക നമ്മുടെയൊക്കെ മുത്തശ്ശിമാര് പലപ്പോഴും, അമ്മമാരെ, പ്രായം ചെന്ന അമ്മമ്മമാരെ കേട്ടോ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് കർത്തൃസന്നദ്ധിയിൽ മുട്ടുകുത്താൻ എഴുന്നേൽക്കുന്നതൊക്കെ അവർക്ക് നോക്കാൻ എല്ലാം വെച്ചിട്ടുള്ള ചില സംവിധാനങ്ങളോ എഴുന്നേൽക്കാൻ സമയം നോക്കാനുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. ഒന്നുറങ്ങിയിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് മുറ്റത്തോട്ട് ഇറങ്ങി മോഷ്ടാവിനെ ഭയപ്പെടാത്തൊരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കും. ആകാശത്ത് സാധാരണ നക്ഷത്രത്തെക്കാളും ഇത്തിരി കൂടെ മുതിർച്ചയുള്ള വലിപ്പമുള്ള ഒരു നക്ഷത്രം ആകാശത്ത് പ്രകടമാകും. ആ നക്ഷത്രം തെളിഞ്ഞോ, ആ നക്ഷത്രം ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നോ, അതിങ്ങനെ മുകളിലേക്ക് കയറി കിഴക്ക് വന്നിട്ട് ഉദിച്ചിട്ട് അതിങ്ങനെ മുകളിലേക്ക് കാണാൻ തുടങ്ങും. അതിങ്ങനെ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, ഈ നക്ഷത്രത്തിന്റെ പുറകെ ഒരുവൻ വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ചു വരും. അപ്പൊ ഈ നക്ഷത്രം ഉദിച്ചിട്ട് ഇത്ര സമയം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെച്ച പഴയ തലമുറ ഈ നക്ഷത്രത്തെ തിരഞ്ഞു നോക്കും. ഇപ്പൊ നക്ഷത്രം ഏകദേശം എവിടെ എത്തി, ഇപ്പൊ സമയം എത്രയായി കാണും, ഇതവർക്ക് കണക്കുണ്ട്. മക്കളെ, ഇതുപോലെ സൂര്യന്റെ ഉദയത്തിന്റെ തൊട്ട് മുമ്പ് ഉയരുന്ന നക്ഷത്രം പോലെ യേശു കർത്താവിന്റെ തൊട്ട് മുന്നേ യാത്ര ചെയ്യുന്ന ഒരു യോഹന്നാൻ താൻ വിളിച്ചു പറഞ്ഞു, ഈ യോർദാന്റെ തീരത്ത് ദേ വരുന്നവരാണ് എന്റെ പുറകിൽ. ഹല്ലേലൂയ. നിങ്ങൾ അവനാണ് ചെവി കൊടുക്കേണ്ടത്. കർത്താവിന്റെ സ്തോത്രം. ഈ യോഹന്നാൻ നൽകിയ സന്ദേശങ്ങൾ പ്രധാനമായും 2ആണ്. ഞാൻ ആ പോയിന്റുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ ഭാരപ്പെടരുത്. യോഹന്നാൻ നൽകിയ സന്ദേശങ്ങൾ 2ആണ്. പ്രധാനമായിട്ട് 2 സന്ദേശങ്ങൾ. ഒന്ന്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. 2, മശിഹായ്ക്ക് പാതയൊരുക്കുക. ഈ 2 പരിപാടിയാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ, അദ്ദേഹത്തിന്റെ പ്രോജക്റ്റ് ആയിട്ട് അദ്ദേഹം അവതരിപ്പിച്ചത്.
മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. മാനസാന്തരത്തിന് ഫലം കായ്ക്കുക. അന്ന് യോഹന്നാൻ പറഞ്ഞ സ്വരം ഇന്നും സമൂഹത്തിൽ പ്രസക്തമാണെന്ന് ഓർക്കുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക. 2, അന്ന് മിശിഹായുടെ ആദ്യ വരവാണ് യോഹന്നാന്റെ മുന്നിലെങ്കിൽ ഇന്ന് നമുക്ക് മുന്നിലുള്ളത് എന്റെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. യോഹന്നാൻ കാത്തിരുന്നത് എന്റെ കർത്താവിന്റെ ഒന്നാമത്തെ വരവ്. നാം കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. കർത്താവിന്റെ സ്തോത്രം. സാന്ദർഭികമായി പറഞ്ഞു 5 ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ നിൽക്കേണ്ടത്. ഞാൻ ആ 5 ചിന്തകൾ ഒന്നുകൂടെ പറയും, ശ്രദ്ധിക്കുമല്ലോ. 400 വർഷത്തെ നിശബ്ദത മാറി. 400 വർഷത്തെ നിശബ്ദത മാറി. 2, ഏകാന്തവാസിയായ യോഹന്നാൻ. 3, നാസർ വ്രതമുള്ള യോഹന്നാൻ. 4, യോർദാന്റെ തീരത്ത് തന്റെ ശുശ്രൂഷയുടെ പ്രധാന രംഗം അവതരിപ്പിച്ച യോഹന്നാൻ. 5, താൻ പ്രസംഗിച്ചത് 2 സന്ദേശം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക, മെശിഹായുടെ പാതയൊരുക്കുക. കർത്താവിന് സ്തോത്രം. യോഹന്നാൻ ഇപ്രകാരം സംസാരിക്കുന്ന കാലം യേശുവിന്റെ 30ാമത്തെ വയസ്സ്. നസറേത്തിൽ നിന്നും മൈലുകൾ യാത്ര ചെയ്ത് യോർദാനിൽ എന്റെ കർത്താവ് വന്നു. നിങ്ങൾക്ക് ആരെങ്കിലും അറിയാലോ, എന്റെ കർത്താവ് ദൂരെ യാത്ര ചെയ്ത് നസറേത്തിൽ നിന്നും യോർദാന്റെ തീരത്തെത്തി. യോഹന്നാന്റെ കൈക്കീഴിൽ നിന്ന് സ്നാനമെടുത്തു. അതിന്റെ ഉള്ളിൽ ആ നോട്ട്സിൽ തന്നെ ഒരു ചോദ്യം അന്തർലീനമായി കിടക്കുന്നു. എന്തിനാണ് ദൈവപുത്രനായ യേശു യോഹന്നാന്റെ കൈക്കീഴിൽ നിന്ന് സ്നാനമേറ്റത്? നമ്മൾ പലരും ചോദിക്കുന്ന ചോദ്യവുമാണ്. എന്തിനാണ് ദൈവപുത്രനായ യേശു യോഹന്നാന്റെ അവൻ ദൈവത്തിന്റെ പുത്രനല്ലേ, അവൻ സാധാ മനുഷ്യനല്ലല്ലോ. എങ്കിൽ യോഹന്നാന്റെ കൈക്കീഴിൽ നിന്ന് സ്നാനമേറ്റത് എന്ത്? തന്നിരിക്കുന്ന നോട്ട്സിൽ 3 പോയിന്റുകളുണ്ട്, ശ്രദ്ധിക്കണേ. 1, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാകും. 2, ജനങ്ങളുമായി ജനജീവിതവുമായി ഏകീഭവിക്കാൻ, സാധാരണ ജനങ്ങളുമായി ഏകീഭവിക്കാൻ. 3, ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടണം. 3 ചിന്തകൾ മനസ്സിലായി കാണും. നോട്ട്സിൽ അത് കൃത്യതയോടെ കൊടുക്കുന്നു. 1, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. 2, ജനങ്ങളുമായി ഒരു ഏകീഭാവം ഉണ്ടാക്കും. 3, ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടണം. കർത്താവിന് സ്തോത്രം. ഇതിൽ 2ാമത്തെ പോയിന്റ്, ജനങ്ങളുമായി ഏകീഭവിക്കുവാൻ എന്ന് പറയുന്ന പോയിന്റ്, ചില വേദപണ്ഡിതാക്കൾക്ക് അതിനോട് എന്റെ കർത്താവ് ജനജീവിതമായിട്ട് അങ്ങനെ ഇറങ്ങി വരുന്നതിനെ കുറിച്ചുള്ളൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ എന്റെ കർത്താവിന്റെ അവിടെ കോട്ട് ചെയ്യേണ്ടത്, ഇതിൽ ചേർക്കാത്ത ഒരു ചിന്തയുണ്ട്, നോട്ട്സിൽ ഇല്ലാത്തത്. യേശു മിശിഹായാണ്, താൻ യേശു മശിഹായാണ് എന്ന്, താൻ മശിഹായാണെന്ന്, യേശു മശിഹയാണെന്ന് വിളിക്കപ്പെടാൻ, വെളിപ്പെടാൻ അതിന് ഈ സ്നാനം ആവശ്യമാണ്. യേശു മശിഹായാണ് എന്ന് വെളിപ്പെടുക. നിങ്ങൾ ഓർക്കാമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണേ. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 32 മുതൽ 34 വരെയുള്ള തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം നമ്മുടെ നോട്ട്സിൽ ഇല്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 32, 33, 34 തിരുവചനങ്ങൾ. അപ്പോ നമ്മൾ 4 കാര്യം പറഞ്ഞു. ചോദ്യം ഇതാണ്, എന്തിനാണ് ദൈവപുത്രനായ യേശു യോഹന്നാന്റെ കൈക്കീഴിൽ നിന്ന് സ്നാനമേറ്റത്? ഉത്തരം 1, പരിശുദ്ധാത്മാ പ്രവർത്തനത്തിൽ പങ്കാളികളാണ്. ഇത് നമുക്ക് കർത്താവിന്റെ ആ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു രംഗമൊക്കെ നമുക്ക് സുപരിചിതം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. 2, എല്ലാ ജനങ്ങളും സ്നാനമേൽക്കുന്നു.
ജനങ്ങളുമായി ഏകീഭവിക്കാൻ. 3, ദൈവത്തിന്റെ നീതി നിർവഹിക്കപ്പെടാൻ. അതൊരു പ്രത്യേക പോയിന്റാണ് മത്തായിയുടെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലുണ്ട്. മത്തായിയുടെ സുവിശേഷം ദൈവനീതി നിർവഹിക്കപ്പെടുന്നതിൽ യേശുവും പങ്കാളിയായി ഒരു മാതൃക കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു അവന്റെ സ്നാനം. മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13, 14, 15, 16 വാക്യങ്ങളിൽ നമുക്കത് കാണാം. എഡീഷണൽ ആയിട്ട് നമ്മൾ പറഞ്ഞത് യേശു കർത്താവ് മശിഹായാണെന്ന് വെളിപ്പെടാം. മശിഹയാണെന്ന് വെളിപ്പെടുന്ന ആദ്യത്തെ രംഗമാണ്. കർത്താവിന് സ്തോത്രം. യോഹന്നാൻ 1-ാം അധ്യായത്തിന് 32, 33, 34 അടുത്ത ഹെഡിങ് എന്റെ യേശു കർത്താവ് നേരിട്ട ചില പരീക്ഷകളാണ്. അല്ലെങ്കിൽ യേശു കർത്താവ് നേരിട്ട ചില പരീക്ഷകൾ. 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിനെ പരീക്ഷിക്കുന്നതിനായി പിശാച് അടുത്തു വന്നു. ഓർക്കുക, 3 പരീക്ഷകളായിട്ട് അവിടെ വിവരണം കാണും. 3 പരീക്ഷകൾ. ഇതിൽ മത്തായിയുടെ വിശദീകരണവും കാണാം, ലൂക്കോസിന്റെ വിശദീകരണവും കാണാം. സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ 3 സുവിശേഷങ്ങളിൽ മാത്രമാണ് ഈ ഭാഗം വിശദീകരിക്കുന്നത്. യോഹന്നാൻ ഇതിനെക്കുറിച്ച് വിശദീകരണം കൊടുക്കുന്നില്ല. സമവീക്ഷണ സുവിശേഷങ്ങൾ നിങ്ങൾ മറ്റു നോട്ട്സിൽ പഠിക്കുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്ന മത്തായി, മർക്കോസ്, ലൂക്കോസ്. ഇതിൽ മർക്കോസ് 1-ാമത്തെ അധ്യായം ഒറ്റ വാക്യത്തിലാണ് ഇത് വിശദീകരിച്ചിട്ടുള്ളത്. ഈ ഭാഗം ശ്രദ്ധിക്കണേ. വിശുദ്ധ മർക്കോസ് ഒരൊറ്റ വാക്യത്തിൽ മാത്രമാണ് ഈ പരീക്ഷയെക്കുറിച്ച് വിശദീകരണമുള്ളൂ. 1-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, വേണമെങ്കിൽ 13-ാമത്തെ വാക്യത്തിലേക്കും ഒരൽപ്പം കടക്കും, അത്രയേ ഉള്ളൂ. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും വലിയ വിശദീകരണങ്ങൾ. നോട്ട്സിൽ ഒരു പ്രത്യേക വാക്ക് പറയുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് തന്നെ ഒരു ചോദ്യമായിട്ട് തരാൻ ആഗ്രഹിക്കണേ. ശ്രദ്ധിക്കണേ. മത്തായി എഴുതിയ ഭാഗവും ലൂക്കോസ് എഴുതിയ ക്രമവും കർത്താവ് നേരിട്ട പരീക്ഷകൾ, ടെംപ്ടേഷൻ ഓഫ് ജീസസ്, ടെംപ്ടേഷൻ, കർത്താവ് നേരിട്ട ചില പരീക്ഷകൾ, 3 പരീക്ഷകളായിട്ട് നമുക്ക് കാണാം. താഴെ വിശദീകരിച്ചു കൊടുക്കുന്നു. കർത്താവിന് സ്തോത്രം. ഒന്ന് പറഞ്ഞോട്ടെ, ആ 3 പരീക്ഷകളിൽ മത്തായി വിശദീകരിക്കുന്നതും ലൂക്കോസ് വിശദീകരിക്കുന്നതും തമ്മിൽ ചില വ്യത്യാസങ്ങൾ. വേദപഠിതാക്കൾ പല വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ കാണുന്ന ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞോട്ടെ. 3 തവണയാണ് പിശാച് യേശു കർത്താവിനെ പരീക്ഷിക്കുന്നത്. അത് അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. തൊട്ട പേജിൽ അതിന്റെ വിശദീകരണം. 1, കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കാം എന്നതാണ് 1-ാമത്തെ പരീക്ഷ. നിനക്ക് വിശക്കുന്നില്ലേ? വാ, എങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറ. ഇതാണ് ആ പരീക്ഷ. 1. 2, നീ ദൈവപുത്രനെങ്കിൽ നിന്നെ കാക്കാൻ ദൂതന്മാരുണ്ടല്ലോ, ചാടുക, ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക, നിനക്ക് കാവലുണ്ടല്ലോ. കേട്ടോ, 2-ാമത്തെ പരീക്ഷ. 3, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ, പിശാച് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ നീ പിശാചിനെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്ന സകലതും ഒരു വലിയ കാഴ്ചയ്ക്ക് മുമ്പിലേക്ക് യേശുവിനെ നിർത്തിയിട്ട് ഒരു ലോക കാഴ്ച അവന്റെ മുമ്പിൽ വെച്ചിട്ട് പിശാച് പറയുന്നൊരു വാക്ക്, ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഈ 3 പരീക്ഷകളിലും പിശാച് പരാജയം. വേദവചനം ഒരു തവണയെങ്കിലും വായിച്ചവരുടെ മനസ്സിൽ ഇത് നിൽക്കാതിരിക്കില്ല. 3 തവണ. 1, കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നു. 2, നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക എന്ന് പറഞ്ഞത്. 3, നീ പിശാചായ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം എന്ന് പറയുന്ന രംഗം. ഈ 3 തരത്തിലാണ് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത്. 3-ാമത്തെ തരത്തിൽ അവൻ 3-ാമത്തെ തവണയിൽ വരുമ്പോൾ യേശു കർത്താവ് പിശാചിനെ ശാസിക്കുന്നു, അവൻ പോകുന്നു.
പിന്നെ കർത്താവിനെ പരീക്ഷിക്കാൻ അവനില്ല. എന്റെ കർത്താവിന് മഹത്വം. ഈ വർണ്ണന മത്തായിയുടെ വർണ്ണനയും ശ്രദ്ധിക്കണേ. ഞാൻ ആ വ്യത്യാസമാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിലെ വിശദീകരണവും ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വിശദീകരണവും തമ്മിലുള്ള വ്യത്യാസം. കല്ലപ്പമായി തീരുവാൻ താഴേക്ക് ചാടുക എന്ന് പറയുന്ന രംഗം 2, നിങ്ങൾ അതിന്റെ നമ്പർ ഓർക്കുക. 3, വീണ് നമസ്കരിക്കുക. ഈ ഓർഡറിലാണ് മത്തായി പറയുന്നെങ്കിൽ ലൂക്കോസ് പറയുന്നത് ഈ ഓർഡറിൽ ഒരു അല്പം മാറ്റം. 1, കല്ലപ്പമായി തീരുക, അത് രണ്ടിലും അങ്ങനെ തന്നെ. 2, താഴേക്ക് ചാടുക എന്നതായിരുന്നു രണ്ടാമത്തെ തന്റെ പിശാചിന്റെ പരീക്ഷണ മുഖമെങ്കിൽ ലൂക്കോസ് വിശദീകരിക്കുന്നത് വീണ് നമസ്കരിക്കുക എന്നുള്ളതാണ് 2ാം തരത്തിൽ വിശദീകരിക്കുന്നത്. 3ാമത് വീണ് നമസ്കരിക്കുക എന്നത് മത്തായി വിശദീകരിക്കുമ്പോൾ ലൂക്കോസിന്റെ ആ വിശദീകരണത്തിൽ താഴേക്ക് ചാടുക എന്നതാണ് എന്ന് പറഞ്ഞത് 2, 3 പരീക്ഷകൾ തമ്മിൽ വിശദീകരണത്തിനൊരു വ്യത്യാസമുണ്ട്. നമ്മളിതിനെ ആധികാരികമായി പഠിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഇത്തരം ചിന്തകൾക്ക് ആവശ്യമുള്ളൂ. അപ്പോ ചിലപ്പോ ഒരു ചോദ്യം നമുക്ക് മുന്നിൽ വന്നേക്കാം. 3 സുവിശേഷങ്ങളിലാണ് ഇത് കാണുന്നത്. ഓർക്കണേ, 3 സുവിശേഷങ്ങളിലാണ് ഇത് കാണുന്നത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്. സമവീക്ഷണ സുവിശേഷം. ഇതിൽ മർക്കോസിന്റെ വിശദീകരണത്തിൽ ഏറ്റവും കുറവ് വിശദീകരണമേ ഉള്ളൂ. ഒരു വാക്യത്തിൽ അല്ലെങ്കിൽ ഒരു 1.5 വാക്യത്തിൽ കഴിഞ്ഞു. എന്നാൽ ലൂക്കോസിന്റെ വിശദീകരണവും മത്തായിയുടെ വിശദീകരണവും തീർച്ചയായിട്ടും വലിയതാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ പലതുണ്ട്. അതിൽ ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന ഒരു വ്യത്യാസമാണ് വിശദീകരിച്ചത്. ഒരു പക്ഷെ നമ്മുടെ ഈ നോട്ട്സിൽ അത് കാണുന്നില്ലായിരിക്കാം. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധയിൽ വയ്ക്കണേ. 1, 2, 3 പരീക്ഷകളുടെ ഓർഡറിൽ, അതിന്റെ ക്രമത്തിൽ ഒരു വ്യത്യാസം. 2ാമത് ചേർത്ത പരീക്ഷ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 3ാമതാണ്. 3ാമത് ചേർത്ത പരീക്ഷ മത്തായി, 3ാമത് ചേർത്ത പരീക്ഷ ലൂക്കോസിൽ 2ാമതാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണും എന്നില്ലായിരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഈ ഓരോ പരീക്ഷയ്ക്കും പിശാചിന് ചില ഉദ്ദേശ്യങ്ങളുണ്ടായി. എന്തെല്ലാമാണ് ഉദ്ദേശ്യങ്ങൾ? ശ്രദ്ധിക്കണം. 1ാമത്തെ പരീക്ഷ കല്ലപ്പമായി തീരുക. കല്ലപ്പമായി തീരുവാൻ പറയുന്ന പരീക്ഷ. നീ എന്തിനാ വിഷമിക്കുന്നേ? നീ എന്തിനാ വിശന്നിരിക്കുന്നത്? നിനക്ക് അപ്പമല്ലേ വേണ്ടത്? നിനക്ക് ഈ കല്ലിനോട് പറയാമല്ലോ അപ്പമാകാൻ. അപ്രകാരം അത് സംഭവിക്കുമല്ലോ. കേട്ടോ, പിശാചിന്റെ ഒരു തന്ത്രം. എന്തിനായിരുന്നു പിശാച് ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചത്? 3 കാരണം നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. കൃത്യമായ 3 വിശദീകരണം. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ പരീക്ഷിക്കുകയായിരുന്നു അവന്റെ ഉദ്ദേശം. കർത്താവിന്റെ ദൈവത്വത്തെ പിശാചിനെ പരീക്ഷിച്ചറിയാം. പിശാചിനറിയാം ഇവൻ ദൈവപുത്രനാണെന്നറിയാം. എങ്കിലും ഒരു പരീക്ഷ. 2, ക്രിസ്തുവിന്റെ ആത്മീക ശക്തി നിസ്സാര കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ആവശ്യപ്പെടുകയാണ്. മക്കളെ, എന്റെ യേശു കർത്താവിലുള്ള സ്വർഗീയമായ ശക്തി ചില നിസ്സാര കാര്യങ്ങളിൽ മേൽ പ്രാവർത്തികമാകേണ്ടതല്ല. എന്നാൽ പിശാച് അതിനെ കുറച്ച് കണ്ടിട്ട് തന്റെ ആത്മീയ ശക്തി ചില നിസ്സാര കാര്യങ്ങളുടെ മേൽ ഉപയോഗിപ്പിക്കാൻ അതായിരുന്നു അവന്റെ പദ്ധതി. പക്ഷെ അത് വിജയിച്ചില്ല. 3ാമത്തത് കർത്താവിന്റെ രക്ഷണ്യ വേല, രക്ഷാകര വേല. ആ വേല, കർത്താവിന് സ്തോത്രം, അതിന്റെ പ്രാധാന്യത്തെ കുറച്ചു കാണും. കർത്താവ് ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് ഒരു വലിയ രക്ഷാകര ദൗത്യം നിറവേറ്റാനാണ്. ആ നിറവേറ്റാനുള്ളതിനെ അതേ തലത്തിൽ കാണുന്നത് പിശാചിന് സഹിക്കില്ല. കാരണം അത് അവന്റെ തലയെ തകർക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ നടക്കുന്നത്. അത് ക്രൂശിൽ പൂർണ്ണത വരുന്നു, ക്രൂശിലോടെ പൂർണ്ണത വരുന്നു. ആ രക്ഷണ്യ വേല അത്രയും പ്രധാനപ്പെട്ടതല്ല എന്ന് കാണിക്കലാണ് തന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഉദ്ദേശം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. 2, രണ്ടാമത്തെ പരീക്ഷ. നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക.
ഈ ഇപ്രകാരം ഒരു പരീക്ഷ യേശു കർത്താവിന്റെ മേൽ ഇവൻ വെക്കാനുള്ള കാരണം എന്താ? അതിനും അവന്റെ ഉദ്ദേശ്യം. ദൈവങ്ങളെ, ഈ പറയുന്നത് ബൈബിളിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാത്ത ചില ചിന്തകളാണ്. അതായത് പിശാചിനൊരു ഉദ്ദേശ്യം ഉണ്ടായിരുന്നു, അത് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ സർ. നമുക്കത് മൊത്തം വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ജനറൽ ഒപ്പീനിയനാണ്. നമുക്കത് ആ ഭാഗം ലൂക്കോസിൽ നിന്നും മത്തായിൽ നിന്നും നമ്മൾ വായിച്ചു തീർക്കുമ്പോൾ നമുക്ക് ഈ ചിന്തകൾ മനസ്സിലാകും. നമ്മുടെ മനസ്സിൽ അതിനെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ പറ്റും. നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ട് ചാടുക. ഈ പരീക്ഷ പരാജയപ്പെട്ടു പോയാൽ കർത്താവ് അവന്റെ മുമ്പിൽ അതെല്ലാം കാണിച്ചിട്ട് ഒരു ഹീറോ ആവാനൊന്നും കർത്താവ് തയ്യാറായിരുന്നു. മശിഹ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന വ്യക്തി എന്ന പൊതുധാരണയെ കേട്ടോ അവനൊന്ന് എതിർക്കാൻ വേണ്ടിയാണ് ആ ചോദ്യം എന്നവർ കൃത്യതയോടെ കൊടുത്തിരുന്നത്. ദൈവത്തിന്റെ സംരക്ഷണവും പരിപാലനത്തെയും ഒന്ന് പരീക്ഷിക്കാനും ഉദ്ദേശിച്ചു. താഴോട്ട് ചാടി എങ്ങനെ ഇരിക്കും അതൊന്ന് കാണാൻ അവനെ പ്രോത്സാഹിപ്പിച്ചു. നിനക്ക് ദൂതന്മാരുണ്ട്, ദൂതന്മാർ നിനക്ക് അവർ താങ്ങിക്കോളും, കൈകളിൽ വഹിച്ചുകൊള്ളും. പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യം, പക്ഷെ ഒന്ന് കാണാലോ, മനസ്സിലായി. മൂന്നാമത്തെ പരീക്ഷ, പിശാചിനെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതൊക്കെയും തരാം എന്ന പരീക്ഷ. ഇതിന്റെ ഉള്ളിൽ എന്തായിരുന്നു അവന്റെ ഉദ്ദേശ്യം? എന്ത് കാണാൻ അവൻ കാത്തിരുന്നത്? തന്നെ വീണ് നമസ്കരിച്ചാൽ നീ ഈ കാണുന്ന ദൂര കാഴ്ചകളെല്ലാം നിനക്ക് സ്വന്തം എന്ന് യേശുവിനോട് പറയുമ്പോൾ എന്തായിരുന്നു പിശാചിന്റെ ഉദ്ദേശം? മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുവാൻ വന്നവനാണ് യേശു. കർത്താവിന് സ്തോത്രം. തന്റെ വിശുദ്ധി, തന്റെ വിശ്വാസം, ഇതെല്ലാം ഒന്ന് പരീക്ഷിക്കുക. തന്റെ വിശുദ്ധി, തന്റെ വിശ്വാസം, തന്നിൽ നിയോഗിച്ച ചില നിയോഗങ്ങൾ, അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് കാണാം. കർത്താവിന് സ്തോത്രം. ദൈവങ്ങളെ, ഒത്തിരി അധികമായി തോന്നാൻ ഇടയുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിന്ത മാത്രമേ നമ്മുടെ തലയിൽ നമ്മൾ കയറ്റി വെക്കാനുള്ളൂ. അവിടെ വിശദീകരിച്ച ഒരു ഭാഗമായിട്ട് അതിങ്ങനെ പോയി എന്നാണ് യേശു കർത്താവ് പരീക്ഷിക്കുന്നത്. യേശു കർത്താവിനെ മരുഭൂമിയിലേക്ക് നടത്തി 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം. കേൾക്കണേ, യേശുവിനെ പരീക്ഷിക്കാൻ പരീക്ഷകനായ പിശാച് അടുത്തെത്തി. 3 പരീക്ഷയാണ് താൻ നേരിടുന്നത്. 3 പരീക്ഷ വിശദീകരിക്കുന്നത് 3 സുവിശേഷങ്ങളിലാണ്. ഇതിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഏറ്റവും ചെറിയ വിശദീകരണവും ലൂക്കോസും മത്തായും വലിയ വിശദീകരണവും നൽകി. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് കൂടെ ഞാൻ പറഞ്ഞു. ക്രമത്തിൽ, പരീക്ഷയുടെ ക്രമത്തിൽ മാത്രം വ്യത്യാസം, ക്രമ നമ്പറിൽ മാത്രം വ്യത്യാസം. ഒന്നിൽ 2ാമത് കാണുന്നത് മറ്റേതിൽ 3ാമതും, ഒന്നിൽ 3ാമത് കാണുന്നത് മറ്റേതിൽ 2ാമതും. ഇത്രയും വ്യത്യാസം. നമ്മൾ പറഞ്ഞതിന് ഒരു രത്ന ചുരുക്കം കൂടെ തരികയാണ്. കർത്താവിന്റെ സ്തോത്രം. ഈ 3 പരീക്ഷകൾ ഇറങ്ങി വന്നെങ്കിലും 3ലും അവൻ പരാജയപ്പെട്ടു. പിശാചിനെ ഓടിച്ചു കളഞ്ഞതിന്റെ അവൻ പരാജയപ്പെട്ടാലും അവന് പരാജയപ്പെടും എന്നറിയുക പോലും അവന് ചെയ്യും. പക്ഷെ എന്നിരുന്നാലും അവന് ചില ഉദ്ദേശ്യങ്ങളുണ്ടായി. ഓരോ പരീക്ഷയുടെ പിന്നിലുമുള്ള ഉദ്ദേശ്യങ്ങൾ എന്താണെന്നാണ് നമ്മളിപ്പോ ഒരു സെക്കൻഡ് മുമ്പ് പറഞ്ഞത്. ആ പരീക്ഷകളൊന്നും, ആ ഉദ്ദേശ്യങ്ങളൊന്നും സക്സസ് ആയി. എന്റെ കർത്താവിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇനി സാധാരണ അതിന്റെ ഉള്ളിൽ നിന്ന് സ്ഥിരമായി വരുന്നൊരു ചോദ്യം ഇതാണ്. കർത്താവിന്റെ പരീക്ഷ നമ്മൾ പഠിക്കുന്നു, ദുഷ്ടൻ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. അവന്റെ കൊള്ളരുതാത്ത ബുദ്ധി ചില ഉദ്ദേശ്യങ്ങളെ കണ്ടിരുന്നു, ആ ഉദ്ദേശ്യങ്ങളും പരാജയപ്പെട്ടു. സത്യത്തിൽ ഒരു വിശ്വാസി എന്റെ കർത്താവിന്റെ പരീക്ഷകൾ എന്ന് പറയുന്ന ഒരു ഭാഗം പഠിക്കുമ്പോൾ 3 വാക്കിൽ ഒതുങ്ങും. അത് 3 വാക്കിൽ ഒതുങ്ങും. കർത്താവിന്റെ സ്തോത്രം. അത് പഠിക്കുമ്പോൾ ഈ പരീക്ഷകൾ അവന്റെ ജീവിതത്തിൽ നൽകുന്ന പാഠങ്ങൾ എന്താണ്? നമ്മൾ പറയില്ലേ പാഠം. പണ്ട് കുഞ്ഞ് കഥകളായിട്ട്
സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഇതിൽ നിന്നും നിങ്ങൾ പഠിക്കുന്ന പാഠം എന്താണ്, നിങ്ങൾ പഠിക്കുന്ന പാഠം എന്താണ്. ഇതുപോലെ ഓരോ അവസ്ഥയിൽ നിന്നും ചില പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒരു വിശ്വാസിക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആ പാഠങ്ങൾ എന്തെല്ലാം? എന്റെ കർത്താവ് നേരിട്ട 3 പരീക്ഷകളും അവൻ വിജയിച്ചു, ദുഷ്ടൻ പരാജയപ്പെട്ടു. ഈ പരീക്ഷകൾ നൽകുന്ന പാഠങ്ങൾ, ഒരു വിശ്വാസിയുടെ മുന്നിൽ വരുന്ന പാഠങ്ങൾ എന്തെല്ലാം? 3 പാഠങ്ങൾ അവിടെ കൊടുക്കുന്നു. ഒന്ന്, കർത്താവിന് സ്തോത്രം, ആത്മീയതയുടെ, കേൾക്കണേ, ആത്മീയതയുടെ ഉച്ചകോടിയിൽ ഒരു വിശ്വാസി എത്തിയാലും അവന് പരീക്ഷകൾ ഉണ്ടാകും. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാനൊരു വിശ്വാസിയാണ്, നീ ഒരു വിശ്വാസിയാണ്. നീ ഒരുമാതിരി ഉപവസിക്കുന്നു, ആഴമായി പ്രാർത്ഥിക്കുന്നു, ദൈവസന്നദ്ധിയിൽ ഒരു ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നു. ആത്മീയതയുടെ ഏറ്റവും ഉന്നതങ്ങളിലാണ് നീ എന്ന ഒരു ബോധ്യം നിനക്കുണ്ട്. ഒരു പക്ഷെ നിനക്ക് ചുമതലയുണ്ടായിരിക്കാം, നീ ഒരു പക്ഷെ സഭയുടെ നേതാവായിരിക്കാം, സഭയുടെ നേതൃത്വമായിരിക്കാം, ഉയർന്ന ഒരു ചുമതലയുള്ള ഒരു പാസ്റ്ററിന്റെ സ്ഥാനത്തിലൊക്കെ നീ ആയിരിക്കുന്നുണ്ടായിരിക്കാം. നിനക്ക് ഭാവന കാണാം ഏറ്റവും ഉയർന്ന പദം സഭയിൽ. ആ ആത്മീയതയുടെ ഉന്നതത്തിൽ നീ നിന്നാലും എന്റെ കൂടപ്പിറപ്പെ, ഹൃദയത്തിൽ അടിവരയിട്ട് വെക്ക്, ചില പരീക്ഷകൾ ജീവിതത്തിൽ വരും. 1. 2, ഇതാണ് നീ പഠിക്കുന്ന 1ാമത്തെ പാഠം. ഇനി 2, ഒരു വ്യക്തി പരീക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല. ഒരു കുറ്റമല്ല. എന്റെ പൊന്നെ, അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. എന്താ, ഒരു ബലഹീന മനുഷ്യനെ പോലെ അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടു. യേശുവിലേക്ക് പോലും വിരൽ ചൂണ്ടി ചില ക്രിട്ടിക്സ്, ചില വിമർശകന്മാർ ചോദിച്ചു, യേശുവേ, നീ സ്വർഗത്തിന്റെ പുത്രനാണെങ്കിൽ നിനക്കെന്തു പരീക്ഷ? പരീക്ഷിക്കപ്പെടുന്നത് അയാളുടെ കുറ്റമല്ല. പിന്നെ പരീക്ഷയിൽ കീഴടങ്ങി അടിമപ്പെട്ട് തോൽവി ഏറ്റുവാങ്ങുകയാണെങ്കിൽ അതാണ് കുറവ്, അതാണ് തെറ്റ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു? ഒരു വിശുദ്ധിയുടെ പടവിൽ നിൽക്കുന്ന ഒരു അനുഭവത്തിൽ ഒരു മനുഷ്യനിലേക്ക് പരീക്ഷകൾ വരാം. 1, വന്ന പരീക്ഷ വന്നു എന്നത് ഒരു കുറവല്ല. വന്ന പരീക്ഷയിൽ പരാജയപ്പെടാതെ നിൽക്കുക എന്നതാണ് അവിടെ ശ്രദ്ധേയമായ വിഷയം. 2, 3, യേശു പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ എൻ്റെ യേശു മതിയായവനാണ് എന്നൊരു ബോധ്യം കൂടെ ഒരു വിശ്വാസിക്ക് ധൈര്യമാക്കി തരികയാണ്. 3 കാര്യം മറന്നു പോകാതിരിക്കുക. ഞാൻ ആവർത്തിക്കുന്നു. ഓരോന്നും ആവർത്തിക്കപ്പെടുന്നത് അത് ഹൃദയത്തിൽ ഉറച്ചു നിൽക്കാൻ. കർത്താവിന് സ്തോത്രം. 3 കാര്യങ്ങൾ. 1, പരീക്ഷ വരാം. നീ ആത്മീയതയുടെ ഉന്നതങ്ങളിലെങ്കിലും പരീക്ഷ വരാം. 2, പരീക്ഷ വന്നു എന്നതിനാൽ നീ ഒരു കുറ്റക്കാരനോ തെറ്റുകാരനോ ആകുന്നില്ല. പരീക്ഷ പരാജയപ്പെടാതെ നോക്കുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. 3, പരീക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ ഒന്ന് ഉറപ്പിക്കാം, പരീക്ഷിക്കപ്പെട്ടവനായ എൻ്റെ ഒരു ഗുരു എന്റെ പരീക്ഷയിൽ എന്നോടൊപ്പമുണ്ട്. എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവചനത്തിൽ വിശദീകരിച്ചു. ചിന്ത കടന്ന് എൻ്റെ കർത്താവിന്റെ ജീവിതത്തിന്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ വിഷയത്തിൽ അവന്റെ ജീവിതമാണല്ലോ വിഷയം. ഹല്ലേലൂയ. നമ്മളിപ്പോ കണ്ടത് കർത്താവിന്റെ പരീക്ഷകളും പരീക്ഷിച്ച പിശാചിന്റെ ഉദ്ദേശ്യങ്ങളും പരീക്ഷ വഴി നാം പഠിക്കുന്ന ചില പാഠങ്ങൾ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ കർത്താവിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലേക്ക് വരികയാണ്. സമയം 49 ആയി. സമയം എത്ര കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അതിനിപ്പോ നമുക്ക് പെട്ടെന്ന് നിന്ന് പോവോന്ന് അറിയില്ല. ഓക്കെ ആയിരിക്കുന്നു. സമയമായോ ഇപ്പൊ? അത്ര 45 നമ്മുടെ സമയം. ഇപ്പൊ 49 ആയി.
ഞാൻ ക്ഷമിക്കണം. കണ്ടിന്യൂ ചെയ്തിട്ടേ നിൽക്കുമ്പോ നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അല്ല 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 സിസ്റ്റർ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ദൈവം അനുവദിക്കില്ല. കർത്താവിന് ഞാൻ ഇവിടെ സമയത്തിന് ഒരു വലിയ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആ മിസ്റ്റേക്ക് പറ്റിയത്. അത് കുഴപ്പമില്ല, നമ്മള് എടുത്തതും കൂടെ അവസാനിപ്പിച്ചോട്ടെ എന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ. എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട് കേട്ടാ, ഒരു ഡൗട്ട് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത ഹെഡിങ്ങിലേക്ക് കടക്കേണ്ടത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു 15ാമത്തെ പേജിലുണ്ട് കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭം. അതായത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷക്കാലം 3 വർഷമോ എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ 3 വർഷം തന്നെയാണോ, എങ്ങനെയാണത് 3 വർഷമാണെന്ന് പറഞ്ഞത്? അതിന് വേദപുസ്തകം തരുന്ന തെളിവെന്ത്? വളരെ വിശദീകരണത്തോടെ പഠിക്കേണ്ടുന്ന ഒരു ഭാഗം. കർത്താവിന്റെ ജീവിത പരസ്യ ശുശ്രൂഷയുടെ കാലം 30 മുതൽക്ക് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കൃത്യമായും അത് 3 വർഷത്തിൽ ഒതുങ്ങുന്നുവോ? അതിന് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്ത് തെളിവ്? അത് പഠിക്കുന്ന ഭാഗമാണ് ശുശ്രൂഷയുടെ ആരംഭം. നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് മനസ്സിൽ ഓടിപ്പോകാം. കർത്താവിന്റെ ഉപമകൾ എന്തിനായി? ഉപമകൾക്ക് എന്തുകൊണ്ട് ഇത്രമാത്രം ഒരു ഹൃദയത്തെ തൊടുന്ന ഒരു ടച്ച് നമുക്ക് ഫീൽ ചെയ്യും? 2, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരുക്കം, അതിന്റെ ആരംഭമായി കടന്നു വരുന്ന യോഹന്നാൻ, അവന്റെ ജീവിതം, അവനെക്കുറിച്ച് ചില ചിന്തകൾ. 3, കർത്താവ് നേരിട്ട ചില പരീക്ഷകൾ, ആ പരീക്ഷകളുടെ വ്യത്യസ്തതകൾ, വിശദീകരണത്തിലുള്ള വ്യത്യസ്തതകൾ. 3 പരീക്ഷകൾ. ആ 3 പരീക്ഷകളിലൂടെ നമ്മൾ കാണുന്ന ചില കണ്ടെത്തലുകൾ, ചില പാഠങ്ങൾ. കേട്ട തിരുവചനത്താൽ സ്വർഗ്ഗത്തിലെ വലിയ ദൈവം നടപടിയെന്ന് മേലേക്കട്ടെ. ഡൗട്ട് ഉണ്ട് കേട്ടോ. ഒരു ഡൗട്ടേ, നമ്മൾ ആ പരീക്ഷിച്ചതിലെ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നല്ലോ. പരീക്ഷിച്ചതിലെ ഉദ്ദേശത്തില് രണ്ടാമത്തെ ആദ്യത്തെ, അതായത് മുകളിൽ നിന്നും താഴോട്ട് ചാടുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? അതിന്റെ ഒന്നാമത്തെ എനിക്ക് എഴുതാൻ പറ്റില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു വ്യക്തി, ഇതാണ് പൊതുധാരണ. സിസ്റ്ററെ, കർത്താവ് വന്നിരിക്കുന്നത് ചിലത് പ്രവർത്തിക്കാൻ തന്നെ. അതെ, ആ ധാരണയെ എതിർക്കുക. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ അപ്രകാരം ഒരു ധാരണയെ മൊത്തം അങ്ങ് ഇല്ലാതെയാക്കുക. കർത്താവ് അത്ഭുതങ്ങൾക്കായിട്ടുള്ളവനല്ല എന്ന് തെളിയിക്കും. ഓക്കെ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തതല്ലേ, അപ്പൊ പിന്നെ എന്താ അങ്ങനെ പറയണത്? എനിക്ക് മനസ്സിലായില്ല. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം, കർത്താവ് തന്റെ അത്ഭുതങ്ങളുമായി പുറത്തു വരികയാണ്. ആ സമയമാണ് കർത്താവിന്റെ പരീക്ഷ. ഇനി കർത്താവിന് പിശാചനല്ല, ആർക്കും നോക്കിയാൽ കാണാൻ കർത്താവിന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ ക്രൂശ് വരെ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അത്ഭുത ചരിത്രം അതിന് തുടങ്ങാൻ പോവുകയാണ്. അത് വ്യക്തമായി അറിയുന്ന പിശാചിന് അതിന് മുമ്പേ അതിനെ തകർക്കേണ്ടതുണ്ട്. മോളിൽ നിന്ന് ചാടിയാലും കർത്താവിനൊന്നും പറ്റില്ലല്ലോ. പറ്റില്ല. നമുക്കും ആ അഭിപ്രായമുണ്ട്, കർത്താവിനും അതറിയാം. പക്ഷെ ഒരു പിശാചിന്റെ മുമ്പിൽ ആ പരീക്ഷയെ തിരിച്ചറിയുന്ന കർത്താവിന്റെ കൃത്യമായ മറുപടി കൊടുക്കലാണ് നമ്മൾ കാണുന്നത്. നമുക്കത് മനസ്സിലാകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള ഓരോ ദിവസവും കർത്താവിന്റെ മുമ്പിൽ അത്ഭുതങ്ങളുടെ വേദി തുറക്കുകയാണ്. കാനാവിലെ കല്യാണം മുതൽക്ക് മണമില്ലാത്തതിന് മണവും, നിറമില്ലാത്തവന് നിറവും, രുചിയില്ലാത്തതിന് രുചിയും കൊടുക്കുന്നതിന്റെ കർത്താവ് ആരെന്ന് ലോകം തിരിയുകയാണ്. പക്ഷെ അതിനു മുമ്പ് പിശാച് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരല്പം കൂടി യാത്ര ചെയ്താലാണ്. പിശാച് വിചാരിച്ചോ ആള് ചാടി കഴിഞ്ഞാൽ ആൾക്ക് എന്തെങ്കിലും പറ്റുന്നോ? അങ്ങനെ വിചാരിച്ചോ? ഇല്ലല്ലോ. പിശാചിനെ പിശാചിന്റെ ഉദ്ദേശ്യം യേശുവിനെ മഹത്വീകരിക്കാനല്ല, യേശുവിൽ ചില ട്രാപ്പിൽ വീഴ്ത്താനാണ്. കാരണം ചിലത് നീ ചെയ്താൽ ഞാൻ പറഞ്ഞ ആ കോൺട്രാക്ട് നീ അംഗീകരിച്ചു സുഹൃത്തെ എന്ന് പറയുകയാണ് യേശു. ഞാൻ ഈ പറഞ്ഞതിൻ പ്രകാരം നീ ചെയ്താൽ ഞാൻ പറഞ്ഞ കോൺട്രാക്ട് നീ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ പിശാച് പറഞ്ഞ വാക്കിന് യേശു ചെവി കൊടുത്തതർത്ഥം.
ഓക്കെ മനസ്സിലായി. ആ. പിന്നെ സാർ അതിന്റെ മൂന്നാമത്തേത് കമഴ്ന്ന് വീണ് നിനക്ക് എല്ലാം തരാം, അതിന്റെ അതൊന്ന് പറഞ്ഞുതരുമോ ഉദ്ദേശം? പിശാചിന് വീണ് നമസ്കരിച്ചാൽ കാണുന്നതൊക്കെ നിനക്ക് തരാം. ആ പറഞ്ഞതിനും ഇത്ര തന്നെയാണ് അതിന്റെ മെയിൻ അർത്ഥം. എന്റെ കർത്താവിൽ അത്ഭുത വീര്യ പ്രവൃത്തികളുണ്ട്. ആ അത്ഭുത വീര്യ പ്രവൃത്തികളെ ഒന്ന് ഇട്ട്, അതാ ഞാൻ നമ്മുടെ നാട്ടുഭാഷയിൽ പറയില്ലേ, ഒന്ന് ചേറി കളിയാക്കുക. മാത്രമല്ല, പിശാചിനെ എന്റെ യേശു അംഗീകരിക്കുമോ? ഒരു വലിയ പരീക്ഷ, അതാണ് പരീക്ഷ, അതാണ് അതിലത്തെ പരീക്ഷ. പിശാചിനെ യേശു അംഗീകരിക്കും. ഒരല്പം കൂടെ പറയാം എന്നുണ്ട്, പക്ഷെ നമ്മുടെ സമയം സമ്മതിക്കുന്നില്ല എന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ മാത്രം, അതല്ലെങ്കിൽ ഒരല്പം കൂടെ പറയാമായിരിക്കാം. അല്പം കൂടെ പറയാം, പക്ഷേ സമയം നിൽക്കുമ്പോ നിൽക്കട്ടെ, അങ്ങനെ പറയാം. യേശു പരീക്ഷിക്കപ്പെടുന്നത്, എല്ലാ ചോദ്യങ്ങളും നമുക്ക് പിശാചി ചോദിക്കുന്നത് കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ യേശു ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല. അംഗീകരിച്ചാൽ യേശുവിലെ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യം പിശാചിന്റെ മുമ്പിൽ തോറ്റുപോകും, അടിയറവ് വെച്ചു പോകും. പിശാച് അതിന് ചില മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തു, ഇതൊക്കെ ഞാൻ നിനക്ക് തരാം. ആ വാഗ്ദാനങ്ങളിൽ വീണവനാണ് യേശു എന്ന് വരും, വ്യക്തമായിട്ട് വരും. സ്വർഗത്തിന്റെ സകല പദ്ധതിയും പാളിപ്പോകും. യേശുവിനെ അവിടെ ജയിക്കുക എന്നതുണ്ടെങ്കിൽ പിശാചിന്റെ തലയെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പിശാചിനെ ഇവിടെ ഇതേപോലെ തോൽപ്പിക്കാൻ മാത്രമല്ല യേശു വന്നത്, അവന്റെ തലയെ തകർക്കുന്നതോടുകൂടിയാണ് കഥ അവസാനിക്കുന്നത്. ഇത് ക്രൂശ് വരെ നീളും. എന്റെ കർത്താവിന്റെ ക്രൂശ് മരണം വരെ അത് നീളും. എനിക്ക് തോന്നണ ഏറ്റവും രസകരമായ ഭാഗം, എന്റെ ദൈവമക്കളെ, ഏതു മനുഷ്യരാണ് ഈ അനുഭവങ്ങളുടെ മുമ്പിൽ, ഈ വിശദീകരണങ്ങൾക്കൊക്കെ മുമ്പിൽ ഇരുന്നു കൊടുക്കട്ടെ? ഇന്ന ആള് ക്ലാസ് എടുക്കുന്നു എന്നതിനാലല്ല, ഇന്ന നോട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നതിനാലല്ല. ഇത് പഠിപ്പിക്കുന്ന ഗുരുനാഥൻ നമ്മുടെ കർത്താവ്. ഇത് എഴുതി വെച്ച വരികള് ലോക മനുഷ്യന്റെ ബുദ്ധിയാൽ ഉദിച്ചതല്ല, സ്വർഗീയമായ ജ്ഞാനത്താൽ പരിശുദ്ധാത്മ അഭിഷേകത്താൽ പുറത്തിറങ്ങപ്പെട്ട വരികളാണ്. ലോകത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ട് ലോകപ്രകാരം എക്കണോമിക്സ് ആണ്. ലോകപ്രകാരം എക്കണോമിക്സ് പഠിപ്പിക്കുമ്പോൾ എക്കണോമിക്സ് കേൾക്കുന്ന കുട്ടി കേൾക്കുന്ന ഒരു വിഷയമല്ല ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പഠിപ്പിക്കുന്നതും കേൾക്കുന്നത്. ഇതിന്റെ ഗുരുനാഥൻ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും നമുക്കത് അനുഭവപ്പെടും. ശരീരത്തിൽ സുഖമായിട്ട്, സൗഖ്യമായിട്ട്, സ്വസ്ഥതയായിട്ട്. നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞപ്പോഴേ തന്നെ നമ്മൾ പറയും, മനസ്സിന് സ്വസ്ഥതയുണ്ട്. അത് പറയും, അതൊരു സാക്ഷ്യമായിരിക്കും. കർത്താവിന്റെ സ്തോത്രം. കാരണം എന്റെ കർത്താവ് ജീവിക്കുന്നു.